നമ്മുടെ ട്രിവാൻഡ്രത്ത് 9 സെന്റിൽ 3000 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ 2 ബെഡ്റൂംസ് ഉൾപ്പെടുത്തിയുള്ള ഒരു ലക്ഷൂറിയസ് വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. 6 കാർ പാർക്കിംഗും വീടിനുള്ള എല്ലാ സ്പേസസും വളരെയധികം സ്പേഷ്യസും എല്ലാതരം മോഡേൺ അമ്യൂണിറ്റീസും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നിർമ്മിച്ച ഒരു വീട് തന്നെയാണിത്. വീടിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസ് പറയുന്നതിനെ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തിരുവനന്തപുരത്തെ തിരുമലയ്ക്ക് സമീപം കുണ്ടവൻ ഭാഗം എന്ന സ്ഥലത്ത് 9 സെന്റിൽ 3000 സ്ക്വയർ ഫീറ്റ് ഏരിയ നിർമ്മിച്ച ഒരു ലക്ഷൂറിയസ് സ്പേഷ്യസ് വീടാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. കോമ്പൗണ്ട് വാൾ മുതൽ തുടങ്ങി വീടിന്റെ ചുറ്റുമുള്ള സ്പേസസിലും ഗാർഡനിങ് ഓർ പ്ലാന്റേഷൻ പ്രൊസസ് ഒക്കെ കൊടുത്തുകൊണ്ട് ഒരു ബ്യൂട്ടിഫുൾ ആയ നാച്ചുറൽ ഫ്രണ്ട്ലി പീസ്ഫുൾ വൈബ് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഓൾറെഡി കുറെ ചെടികളൊക്കെ വച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ തന്നെ വീടിന്റെ പ്രൈമറി വാട്ടർ സപ്ലൈ കിണറും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുകൂടാതെ പൈപ്പ് ലൈൻ കണക്ഷനും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വീടിന്റെ ചുറ്റുമുള്ള സ്പേസസിലും ഇനിയും ഗാർഡനിങ് ഒക്കെ പ്ലേസ് ചെയ്യാൻ കഴിയുന്ന പ്രൊവിഷൻസ് ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ആദ്യമേ പറഞ്ഞതുപോലെ 9 സെന്റ് വരുന്ന പ്ലോട്ടിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 3000 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിന് പുറമെ 6 കാറുകൾ വരെ പാർക്കിംഗ് വരുന്ന സ്പേസും അവൈലബിൾ ആണ്. അതിൽ ഈ കവേർഡ് കാർപോർച്ച് ഏരിയയിൽ തന്നെ 2 കാറുകൾ വരെ പാർക്ക് ചെയ്യാൻ കഴിയും. വളരെ വലിയൊരു വീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഫോൾഡിംഗ് ആൻഡ് സ്ലൈഡിംഗ് ഗേറ്റിലൂടെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കുമ്പോഴേക്കും മുഴുവനായി ഇന്റർലോക്കിംഗ് ചെയ്തൊരു മുറ്റം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഫ്രണ്ടിലായിട്ട് ചെറിയൊരു സിറ്റിംഗ് ഏരിയ ലഭിക്കുന്ന ഒരു മോഡേൺ ഓപ്പൺ സിറ്റ് ഔട്ട് ഏരിയയാണ് വരുന്നത്. ഇവിടെയും ഉള്ളിലുമായി കാണുന്ന എല്ലാ വുഡ്വർക്സിനും തേക്ക് പ്ലാവ് തടികളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വീടിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യമേ കാണുന്നത് ഡബിൾ ഹൈറ്റ് ഏരിയയിൽ വരുന്ന ഒരു ലക്ഷൂറിയസ് ലിവിംഗ് സ്പേസ് ആണ്. ഇവിടെ മുതൽ തുടങ്ങി വീടിനുള്ള എല്ലാ സ്പേസസിലും ഏത് ഭാഗത്തേക്ക് നോക്കിയാലും ബ്യൂട്ടിഫുൾ ആയ ഇന്റീരിയർ വർക്ക്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോർ ആകുമ്പോൾ ഒരു ലിവിംഗ് സ്പേസ്, ഡൈനിങ് സ്പേസ്, 2 ബെഡ്റൂംസ്, 2 അറ്റാച്ച്ഡ് ബാത്റൂംസും ഒരു മോഡേൺ ഓപ്പൺ കിച്ചണുമാണ് വരുന്നത്. ഒരു സൈഡിലായിട്ട് വലിയൊരു ടിവിയും അതിന്റെ അക്സറീസും ഒക്കെ ഈസിയായി പ്ലേസ് ചെയ്യാൻ കഴിയുന്ന ഒരു ടിവി യൂണിറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലിവിംഗ് സ്പേസ് മാത്രം ഏകദേശം 15x15 ഫീറ്റ് ഡയമെൻഷനിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡബിൾ ഹൈറ്റ് ഏരിയയിൽ ഇരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു വീട് മുഴുവനായും എത്ര ലക്ഷൂറിയസ് ആണ് ചെയ്തിട്ടുള്ളത് എന്നത്. ഇനി ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോൾ ഇതും മറ്റൊരു ഡബിൾ ഹൈറ്റ് ഏരിയ തന്നെയാണ്. കാണുന്നത് പോലെ ലിവിംഗ് സ്പേസ് പോലെ തന്നെ ഈ ഒരു ഡൈനിങ് സ്പേസ് ഏരിയയും അത്രയും സ്പേഷ്യസ് ആയി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. വലിയ ഒരു 10 സീറ്റർ ഡൈനിങ് ടേബിൾ തന്നെ വളരെ ഈസിയായി പ്ലേസ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്പേസ് ഇവിടെ അവൈലബിൾ ആണ്. സീലിംഗിലേക്ക് നോക്കിയാലും ബ്യൂട്ടിഫുൾ ആയ ഇന്റീരിയർ വർക്ക്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മാക്സിമം നാച്ചുറൽ ആയിട്ട് വീടിനുള്ളിലേക്ക് ലഭിക്കുന്നതിന് സൈഡ് വാൾസിലായി വിൻഡോസ് ഒക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ തന്നെ ഒരു കോർണറിലായിട്ടാണ് വാഷിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡെക്കറേറ്റീവ് വർക്ക് തന്നെയാണ് ഈ ഒരു സൈഡ് വാളിലേക്ക് കംപ്ലീറ്റ് ആയി കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഇനി നമ്മുടെ ഒരുപാട് പ്രത്യേകതകളുള്ള ഗ്രൗണ്ട് ഫ്ലോറിൽ ആ ഒരു മോഡൽ ഓപ്പൺ കിച്ചണിലേക്ക് വരുന്നതിന് തൊട്ട് മുൻപായി ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂംസ് ഒന്ന് കാണിച്ചു തരാം. അവിടേക്ക് പോകുന്ന ഭാഗത്ത് തന്നെ വീടിന് കൊടുത്തിട്ടുള്ള ആ ഒരു 3 ഫേസ് പവർ സപ്ലൈ ഡിബിയും കാണാൻ കഴിയും. ഈ കാണുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂം ആണ്. ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ആകെ മൊത്തം 4 ബെഡ്റൂംസ് അടങ്ങുന്ന ഈ ഒരു വീടിനുള്ള ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ 2 ബെഡ്റൂംസും കൊടുത്തിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട കാര്യം ഈ പറഞ്ഞ 4 ബെഡ്റൂംസും വളരെ സ്പേഷ്യസ് ആയി എല്ലാത്തരം മോഡേൺ അമ്യൂണിറ്റീസും ഇൻക്ലൂഡ് ചെയ്ത് തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. എല്ലാ ബെഡ്റൂംസിലും വാർഡ്രോബ്സും അറ്റാച്ച്ഡ് ബാത്റൂംസും 4 സീലിംഗ് വർക്ക്സും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂംസിലേക്ക് നോക്കിയാലും ഇൻബിൽഡ് സിസ്റ്റംസ് ഒക്കെ വരുന്ന ലക്ഷൂറിയസ് അമ്യൂണിറ്റീസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ബാത്റൂംസിലെ പൈപ്പ് ഫിറ്റിംഗ്സിനും സാനിറ്ററി ഫിക്സസിനും എല്ലാം ജാഗ്വാറിന്റെയും സെറയുടെയും മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഈ കാണുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ 2ാമത്തെ ബെഡ്റൂം ആണ്. ആദ്യമേ കണ്ട ബെഡ്റൂമിന്റെ എല്ലാതരം ഫീച്ചേഴ്സും ഈ ബെഡ്റൂമിൽ അവൈലബിൾ ആണ്. ബെഡ്റൂംസിന്റെ ഒക്കെ ഡൈമെൻഷൻസ് വരുന്നത് ഏകദേശം 15x12 ഫീറ്റ് ആണ്. ബെഡ്റൂംസിന്റെ ഒക്കെ എടുത്തു പറയേണ്ട ഏറ്റവും വലിയ പ്രത്യേകത സ്പേസ് തന്നെയാണ്. എന്നാലും അതിന്റെ കൂടെ പറയേണ്ട മറ്റൊരു കാര്യമാണ്, നിങ്ങൾക്ക് ഇവിടെ ചെയ്തു വച്ചിരിക്കുന്നതിന് മുകളിൽ വേറെ ഒരു വർക്കും ചെയ്യേണ്ട ആവശ്യമില്ല. എസിക്കായാലും ബാക്കി എല്ലാ എക്യുപ്മെന്റ്സിനായാലും ഓൾറെഡി ഇലക്ട്രിക്കൽ വർക്ക്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂംസ് ആയാലും വളരെയധികം സ്പേഷ്യസ് ആയി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ആവശ്യമെങ്കിൽ ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാം. പിന്നെ എല്ലാതരം മോഡേൺ അമ്യൂണിറ്റീസും ബാത്റൂംസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഏറ്റവും വലിയ അട്രാക്ഷൻ മോഡേൺ ഓപ്പൺ കിച്ചണിലേക്ക് വരാം. കാണുന്നത് പോലെ വളരെ വലിയൊരു വലിപ്പത്തിലാണ് ഈ ഒരു കിച്ചൺ ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് കിച്ചണും വർക്ക് ഏരിയയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ കാണുന്ന പോലത്തെ ഒരുപാട് മോഡേൺ ഫീച്ചേഴ്സ് വരുന്ന ക്യാബിനറ്റ്സ് തന്നെയാണ് ഒരുപാട് സ്റ്റോറേജ് ഓപ്ഷൻസിനായിട്ട് താഴെ മുകളിലുമായി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഇതിനെല്ലാമായിട്ട് സ്ലീക്കിന്റെ ബ്രാൻഡഡ് എക്യുപ്മെന്റ്സ് മറൈൻ പ്ലൈയിൽ ലാമിനേറ്റ് ചെയ്ത ബോർഡുകളുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എഫിഷ്യന്റ് ആയ സ്റ്റോറേജ് ഓപ്ഷൻസ് മാത്രമല്ല, ഇന്റീരിയർ വർക്ക്സ് ആയാലും 4 സീലിംഗ് വർക്ക്സ് ആയാലും അത്രയും ബ്യൂട്ടിഫുൾ ആയി തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തെ ഒരു എൽ ഷേപ്ഡ് കൗണ്ടർ സ്ലാബും സിങ്കും ഞാൻ ഈ പറഞ്ഞ സ്റ്റോറേജ് ഓപ്ഷനുള്ള ക്യാബിനറ്റ്സുമാണ് കാണാൻ കഴിയുന്നത്. അത് കഴിഞ്ഞ് വർക്ക് ഏരിയ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഈ ഒരു സ്പേസിലേക്ക് വന്നാലും ഒരു കൗണ്ടർ സ്ലാബും സിങ്കും സ്റ്റോറേജ് ഓപ്ഷനുള്ള ക്യാബിനറ്റ്സും ടോൾ യൂണിറ്റും സ്മോക്ക് എക്സോസ്റ്റിനുള്ള ചിമ്മിനിയും കാണാൻ സാധിക്കും. കിച്ചണിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയാലും ഫുള്ളി ഇന്റർലോക്ഡ് ആയ ഒരു ബാക്ക് യാർഡ് ഏരിയ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഞാൻ ആദ്യമേ പറഞ്ഞ വീടിന്റെ ചുറ്റുമുള്ള ഗാർഡനിങ് പ്രൊവിഷൻസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് സ്പേസസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്ന സ്റ്റെയർ കേസ് ഏരിയയാണ് ഇവിടെ കാണുന്നത്. ഇതിന് താഴെയായിട്ട് തന്നെ ഇൻവെർട്ടർ ഫെസിലിറ്റീസും സ്റ്റോറേജ് ഓപ്ഷൻസും എല്ലാം തന്നെ അവൈലബിൾ ആണ്. ഇതിലൂടെ കയറി വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ വളരെ വിശാലമായ ലിവിംഗ് സ്പേസ് ഏരിയയിലേക്കാണ്. കാണുന്നത് പോലെ ഗ്രൗണ്ട് ഫ്ലോർ ലിവിംഗ് സ്പേസും ഡൈനിങ് സ്പേസും കമ്പൈൻ ചെയ്തൊരു ഏരിയയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അവിടുത്തെ 2 ഡബിൾ ഹൈറ്റ് ഏരിയകളും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഫസ്റ്റ് ഫ്ലോറിലാകെ മൊത്തം ഒരു ലിവിംഗ് സ്പേസും 2 ബെഡ്റൂംസും 2 അറ്റാച്ച്ഡ് ബാത്റൂംസും ഒരു മൾട്ടിപർപ്പസ് ഓപ്പൺ സ്പേസും വളരെ സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണിയുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സീലിംഗിലും സൈഡ് വാൾസിലും കൊടുത്തിട്ടുള്ള ഇന്റീരിയർ വർക്സിനോടൊപ്പം തന്നെ ഒരു കോർണറിലായിട്ട് ഇവിടെ ഒരു കൗണ്ടറും കൊടുത്തിട്ടുള്ളത് കാണാൻ കഴിയും. ഗ്രൗണ്ട് ഫ്ലോറിലെ മോഡൽ ഓപ്പൺ കിച്ചണിലും വാഷിംഗ് ഏരിയയിലും കണ്ട അതേ ഇന്റീരിയർ വർക്സ് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്തിട്ടുള്ളത്. ഇനി ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂംസിലേക്ക് നോക്കിയാലും ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ട ബെഡ്റൂംസിന് വളരെ സിമിലർ ആയിട്ടുള്ള ബെഡ്റൂംസ് ആണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്.
കൊടുത്തിട്ടുള്ളത്. ആകെയുള്ള വ്യത്യാസം എന്നത് കളർ തീംസിലും പിന്നെ ഫസ്റ്റ് ഫ്ലോർ രണ്ടാമത്തെ ബെഡ്റൂമിൽ ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള വലിയൊരു സ്പേഷ്യസ് ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത്. ബെഡ്റൂംസ് എല്ലാം തന്നെ ഏകദേശം 15x12 ഫീറ്റ് ഡയമെൻഷനിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി വീടിന്റെ ജനറൽ ഡീറ്റെയിൽസിനെയും ലൊക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ തിരുമലയ്ക്ക് സമീപം കുണ്ടവൻ ഭാഗം എന്ന സ്ഥലത്താണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത്. 24/7 ഫ്രീക്വന്റ് ആയി ബസ് റൂട്ട്സ് അവൈലബിൾ ആയ തിരുവനന്തപുരം കാട്ടാക്കട മെയിൻ ബസ് റൂട്ടിൽ നിന്നും ബസ് സ്റ്റോപ്പിൽ നിന്നും വെറും ഒരു 30 മീറ്റർ മാത്രമാണ് വീട് വരെയുള്ള ദൂരം. അതുകൊണ്ട് തന്നെ വീടിൽ നിന്നും ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ ബസ് സ്റ്റോപ്പിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് എവിടെ ജോലി ചെയ്യുന്ന ആളായാലും ട്രാൻസ്പോർട്ടേഷനൊന്നും ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല. ഇനി തിരുവനന്തപുരത്തിന് പുറത്ത് വർക്ക് ചെയ്യുന്നവരായാലും ട്രിവാൻഡ്രം സെൻട്രലിലേക്ക് ജസ്റ്റ് ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ എത്താൻ കഴിയും. പിന്നെ സ്കൂൾ, കോളേജസ്, ഹോസ്പിറ്റൽസ്, ഗ്രോസറീസ് എന്നിങ്ങനെ എല്ലാത്തരം അത്യാവശ്യ സേവനങ്ങളും വീടിന് തൊട്ടടുത്ത് തന്നെ അവൈലബിൾ ആണ്. ഇത്രയും ലക്ഷൂറിയസ് ആയിട്ടുള്ള എല്ലാത്തരം ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസും സർവീസസും തൊട്ടടുത്ത് തന്നെ അവൈലബിൾ ആയ ഒരു വീടാണെങ്കിലും നോയ്സും പൊല്യൂഷൻസും ഒന്നും ഒട്ടും അഫക്ട് ചെയ്യാത്ത ബ്യൂട്ടിഫുൾ ആയ ഒരു നാച്ചുറൽ റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണിത്. ഇനി ഇവിടെ കാണുന്നത് തൊട്ട് മുന്നേ പറഞ്ഞ ഫസ്റ്റ് ഫ്ലോറിലെ ആ ഒരു മൾട്ടിപർപ്പസ് ഓപ്പൺ സ്പേസ് ആണ്. ഫുള്ളി കവേർഡ് അല്ലാത്തത് കൊണ്ടാണ് ഓപ്പൺ സ്പേസ് എന്ന് പറഞ്ഞത്. റൂഫിംഗ് മുഴുവനായും ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഇനി തുണിയൊക്കെ വിരിക്കണമെങ്കിൽ അതും വിരിക്കാം. വേണമെങ്കിൽ ഒരു ജിം തന്നെ ഇവിടെ സെറ്റപ്പ് ചെയ്തെടുക്കാം. അടുത്ത് ഈ കാണുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ തന്നെ ആ ഒരു സ്പേഷ്യസ് ബാൽക്കണിയാണ്. ഇപ്പോൾ ഈ കാണുന്നത് കവേർഡ് ഏരിയ ആണെങ്കിലും ഓപ്പൺ ആയിട്ട് വലിയൊരു സ്പേസ് തന്നെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഈവനിംഗ് ടൈം ഫാമിലീസും ഫ്രണ്ട്സുമായി ഒരു ടീ ടേബിൾ ഒക്കെ സെറ്റ് ചെയ്ത് ചായ കുടിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു ലൊക്കേഷൻ തന്നെയാണ്. ഇത്രയും സ്പേഷ്യസ് ആയി ലക്ഷൂറിയസ് ആയി 9 സെന്റിൽ 3000 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ സുപ്രീം ബിൽറ്റ് ക്വാളിറ്റിയിൽ നിർമ്മിച്ച ഈ ഒരു 4 BHK വീടിന്റെ ആസ്കിംഗ് പ്രൈസ് എന്നത് 1,70,00,000 രൂപ മാത്രമാണ്. ഈ സ്ലൈറ്റ്ലി നെഗോഷ്യബിളും കൂടെയാണ്. ഈ ഒരു ഏരിയയിൽ ഇതുപോലൊരു സ്ഥലം പോലും വേറെ കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ ഈ ഡീൽ ഒരിക്കലും മിസ് ചെയ്യരുത്. വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനും വീഡിയോ വിസിറ്റ് ചെയ്യാനുമായി ലെഫ്റ്റ് സൈഡിൽ കാണുന്ന നമ്പറിൽ ഞങ്ങൾ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്തോ. വീട് വാങ്ങുന്നതിന് 80% വരെ ഹോം ലോൺ ഫെസിലിറ്റീസ് ഞങ്ങൾക്ക് അറേഞ്ച് തരാൻ കഴിയും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്